മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. എനിക്ക് ഒന്ന് രണ്ട് ആളുകൾ അയച്ചു തന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാണ്, സുഡാപ്പികളോ ജിഹാദികളോ ഒന്നും ഈ വീഡിയോ കാണണമെന്നില്ല. ഈ നാടിന്റെ സംസ്കാരത്തെ നെഞ്ചോട് ചേർക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. കാരണം സുഡാപ്പികളും ജിഹാദികളൊക്കെ ഈ വീഡിയോ കണ്ട് ഒന്നുകിൽ എന്നെയോ അല്ലെങ്കിൽ ഇത് എഴുതിയിട്ടുള്ള റൈസ പർവീനെയോ വെറുതെ തെറി വിളിക്കാൻ നിൽക്കണ്ട എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ അതിനൊന്നും വെറുതെ മെനക്കെടണ്ട. നിങ്ങളുടെ തെറി വിളികൾക്കൊക്കെ ഇപ്പൊ പുല്ല് വിലയാണ് മുസ്ലിം പെൺകുട്ടികൾ തന്നെ കൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ ഓണത്തോട് കൂടിയിട്ട് സുഡാപ്പികളും ജിഹാദികളും കൃത്യമായിട്ട് തിരിച്ചറിയാം. ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് റൈസ പർവീൻ എന്ന് പറയുന്ന മുസ്ലിം മതവിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്. ഞാൻ ഏതായാലും അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഓണം ശരിക്കും ആരുടേതാണ്? ചിലപ്പോഴൊക്കെ ഈ ചോദ്യം കേൾക്കുമ്പോൾ തോന്നും, ഓണം എന്നത് ഒരു മതത്തിന്റെ മാത്രം ആഘോഷമാണോ, അതോ കേരളത്തിന്റെ മണ്ണിൽ തലമുറകളായി വളർന്നു വന്ന ഒരു സംസ്കാരത്തിന്റെ പേരാണോ? ഓണത്തിന്റെ കഥ പറയുമ്പോൾ ആദ്യം വരുന്നത് മഹാബലിയാണ്. മഹാബലി, വാമനൻ, വിഷ്ണു പുരാണങ്ങളിലൂടെ കൈമാറി വന്ന ഒരു കഥ. കേരളത്തിലെ ഓണാചാരങ്ങൾക്ക് ഈ പുരാണ കഥയുമായി വലിയ ബന്ധമുണ്ട്. എന്നാൽ അതേസമയം ഓണത്തിന്റെ ഇന്നത്തെ രൂപം വെറും ഒരു പുരാണ കഥയിൽ ഒതുങ്ങുന്നതല്ല. ഓണം ഒരു കാലത്ത് കേരളത്തിന്റെ കാർഷിക ജീവിതവുമായി ഏറെ ചേർന്ന് നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കൊയ്ത്തിന്റെ സന്തോഷം, പുതിയ വിളവിന്റെ സമൃദ്ധി, വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന മനുഷ്യർ, പൂക്കളം, സദ്യ, കളികൾ, ബന്ധുക്കളുടെ ഒത്തുചേരൽ, അങ്ങനെ നോക്കുമ്പോൾ ഓണം കേരളത്തിന്റെ മണ്ണിൽ വളർന്ന ഒരു ജീവിതാനുഭവം കൂടിയാണ്. അതുകൊണ്ടാണ് ഒരു മുസ്ലിം കുടുംബത്തിലെ കുട്ടിക്കും ഓണം വരുമ്പോൾ സന്തോഷം തോന്നുന്നത്. അവന് മഹാബലിയുടെ പുരാണ കഥയിൽ വിശ്വാസം ഉണ്ടാകണമെന്നില്ല, അവന്റെ മതവിശ്വാസം അതിനെ അംഗീകരിക്കണമെന്നുമില്ല. പക്ഷെ ഓണക്കാലത്ത് ഉമ്മ ഉണ്ടാക്കുന്ന പായസത്തിന്റെ മണം അവന് സ്വന്തം വീടിന്റെ ഓർമ്മയായിരിക്കാം. സ്കൂളിൽ കൂട്ടുകാരോടൊപ്പം പൂക്കളം ഇടുന്നത് അവന്റെ ബാല്യമായിരിക്കാം. ഓണക്കോടി അണിഞ്ഞ് കുടുംബത്തോടൊപ്പം എടുക്കുന്ന ഒരു ചിത്രം അവന്റെ ഓർമ്മകളുടെ ഭാഗമായിരിക്കാം. ഇവിടെ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഒരു ആഘോഷത്തിൽ പങ്കുചേരുന്നത് അതിന്റെ മതവിശ്വാസം ഏറ്റെടുക്കുന്നതിന് തുല്യമല്ല. ഒരു മുസ്ലിം ഓണസദ്യ കഴിച്ചാൽ അവൻ ഹിന്ദു ആകുന്നില്ല. ഒരു ക്രിസ്ത്യാനി വിഷുവിന് കൈനീട്ടം വാങ്ങിയാൽ അവൻ ഹിന്ദു മതം സ്വീകരിക്കുന്നില്ല. ഒരു ഹിന്ദു ഈദിന്റെ സന്തോഷത്തിൽ സുഹൃത്തിന്റെ വീട്ടിൽ പോയാൽ അവൻ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ ഏറ്റെടുക്കുന്നുമില്ല. പക്ഷെ മതാചാരവും സാംസ്കാരിക പങ്കാളിത്തവും തമ്മിലുള്ള അതിരുകൾ ഓരോ വ്യക്തിയും സ്വന്തം വിശ്വാസത്തിനനുസരിച്ച് തീരുമാനിക്കേണ്ടതുണ്ട്. മതപരമായ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് വ്യത്യസ്ത മതപണ്ഡിതർക്കും വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടായേക്കാം. അതിനാൽ എല്ലാ മുസ്ലിങ്ങളും ഓണം ആഘോഷിക്കണം എന്നോ ഒരിക്കലും പാടില്ല എന്നോ എല്ലാവർക്കും ബാധകമായ ഒരു ലളിതമായ ഉത്തരമായി ഇതിനെ കാണാനാവില്ല. എനിക്ക് ഓണം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു മതത്തെക്കാൾ മുമ്പ് കേരളത്തെയാണ്. മഴ കഴിഞ്ഞ മണ്ണിന്റെ മണം, തൊടിയിൽ വിരിയുന്ന പൂക്കൾ, അത്തപ്പൂക്കളം, കസവിന്റെ നിറം, ഒരുമിച്ച് കൂടുന്ന ഉമ്മാടെ വീട്ടിലെ ഓണം, അവധിക്കാലം വാഴയിലയിൽ എല്ലാവരും കൂടെ ഉണ്ടാക്കി വിളമ്പുന്ന സദ്യ, കസിൻസുമൊത്തുമുള്ള കളിച്ചിരികൾ, ഇതൊക്കെയും ചേർന്നാണ് എൻ്റെ മനസ്സിൽ ഓണം. ഓണം പല പാളികളുള്ള ഒരു ആഘോഷമാണ്. പുരാണമുണ്ട്, കാർഷിക ചരിത്രമുണ്ട്, കേരളീയ സംസ്കാരമുണ്ട്, കുടുംബ ഓർമ്മകളുണ്ട്, സാമൂഹികതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓണം മലയാളികളുടെ ഉത്സവമാണോ എന്ന ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം അതെ. ഓണം കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. പക്ഷെ അതിന്റെ വേരുകളും വിശ്വാസങ്ങളും മറച്ചുവെച്ചു മാത്രം അതിനെ മതരഹിതമായ ഉത്സവം എന്ന് വിളിക്കുന്നതും പൂർണ്ണമായ ചരിത്രമല്ല. ഒരു മുസ്ലിം ഓണം ആഘോഷിക്കണമോ വേണ്ടയോ എന്നത് ഒടുവിൽ അവന്റെ വിശ്വാസവും മനസ്സാക്ഷിയും തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഒരാൾ ഓണത്തെ ഒരു മതത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണാതെ തന്റെ ബാല്യത്തിന്റെ ഓർമ്മയായി, തന്റെ നാടിന്റെ സംസ്കാരമായി, തന്റെ സുഹൃത്തുക്കളോടും അയൽക്കാരോടും പങ്കിടുന്ന സന്തോഷമായി കാണുന്നുവെങ്കിൽ അതിലും കേരളത്തിന്റെ ഒരു മനോഹരമായ മുഖമുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മതങ്ങൾ നമ്മളെ വ്യത്യസ്തരാക്കാം, പക്ഷെ നമ്മുടെ ഓർമ്മകൾ പലപ്പോഴും നമ്മളെ ഒരേ മണ്ണിൽ നിർത്തും. ഒരു പക്ഷെ അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ഓണം ആരുടേതാണെന്ന് ചോദിക്കുന്നതിനേക്കാൾ ഓണത്തിന്റെ പേരിൽ നമ്മൾ പരസ്പരം എത്രമാത്രം മനസ്സിലാക്കുന്നു എന്നതാണ് കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യം. റൈസ പർവീൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാ.
എത്ര സുന്ദരമായ വരികളാണ്. നമ്മുടെ നാടിന്റെ സംസ്കാരത്തെയാണ് അവർ കൃത്യമായിട്ട് ചേർത്ത് നിർത്തുന്നത്. അവർ ഒരു സ്ഥലത്ത് പോലും മതത്തിന് എതിരെ പോലും പറയുന്നില്ല. അവർ നമ്മുടെ സംസ്കാരത്തെ ചേർത്ത് പിടിക്കണമെന്നാണ് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഇത്തവണത്തെ ഓണം മുസ്ലിം പെൺകുട്ടികള്, മുസ്ലിം യുവതികള് സുഡാപ്പി ജിഹാദി മൈൻഡ് സെറ്റ് ഉള്ള സകലരെയും ഓടിച്ചു എന്നുള്ളത് തന്നെയാ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള സുഡാപ്പികളും ജിഹാദികളൊക്കെ എന്ത് ലക്ഷ്യം വെച്ചാണ് ഇത്തവണയും രംഗത്തെത്തിയത്? ഓണം ആഘോഷിക്കരുത്, അല്ലെങ്കിൽ ഡാൻസ് കളിക്കരുതോ? അതായത് സുന്ദരമായ ഒരു ബാല്യം നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളരുന്ന, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലൊക്കെ ജനിക്കുന്നവരുടെ സുന്ദരമായ ഒരു ബാല്യത്തെ വരും കാലങ്ങളിൽ നശിപ്പിക്കാനാണ് സുഡാപ്പികളും ജിഹാദികളും തുനിഞ്ഞിറങ്ങിയിട്ട് ഓണം ആഘോഷിക്കരുത്, അല്ലെങ്കിൽ ഡാൻസ് കളിക്കരുത്. ഇതൊക്കെ കേട്ടിട്ട് ഇവിടെ സാധാരണ മുസ്ലിങ്ങൾ വീട്ടിലൊക്കെ ഓണസദ്യ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ തന്നെ അതൊക്കെ നിർത്തിവെക്കുക. എന്നിട്ട് ഇതൊക്കെ മോശമാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ജിഹാദികൾ ഒരു അജണ്ട ഇപ്പൊ ഇതൊക്കെ തുടങ്ങിയിട്ട് ഏറിപ്പോയാൽ ഒരു 4-5 വർഷമായിട്ടുള്ള കുറച്ച് ഈ മത പണ്ഡിത വേഷമൊക്കെ കെട്ടി ജിഹാദി സുഡാപ്പി ചിന്തയൊക്കെ ആയിട്ട് കുറച്ച് ആളുകളുണ്ട്. എന്നിട്ട് അവരിങ്ങനെ പേരിന് വിളിച്ചു പറയോ ഞങ്ങൾ മുസ്ലിം സമൂഹത്തോടാണ് പറയുന്നത് എന്ന്. എന്റെ ലളിതമായ ചോദ്യ, ഞങ്ങൾ മുസ്ലിം സമൂഹത്തോടാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓണം ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തുമ്പോ ഇപ്പുറത്ത് ഹിന്ദു മതപണ്ഡിതന്മാര് അവരിറങ്ങിയിട്ട് കൃത്യമായിട്ട് ഇതേപോലെ തന്നെ ഇന്ന ആഘോഷങ്ങൾ ചെറിയ പെരുന്നാളിനോ വലിയ പെരുന്നാളിനോ നിങ്ങൾ ആഘോഷിക്കേണ്ടതില്ല, നിങ്ങൾ പോവേണ്ടതില്ല, നിങ്ങൾ തുള്ളേണ്ടതില്ല. ഇതാണല്ലോ ഈ പറയുന്ന ജിഹാദി സുഡാപ്പി മൈൻഡ് സെറ്റുമായിട്ട് പറയുന്ന ആളുകളുടെ ഒരു ശൈലി. ഇതേപോലെ ഹിന്ദു മത സന്യാസിമാര് മതപണ്ഡിതന്മാർ രംഗത്തിറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അത് വർഗീയത എന്ന് പറയൂലേ? അതേപോലെ തന്നെ ക്രിസ്ത്യൻ മതവിശ്വാസികളുമായിട്ടുള്ള ആളുകളോടാണ്, ക്രിസ്ത്യനുമായി ബന്ധപ്പെട്ടുള്ള പള്ളിയിൽ അച്ഛന്മാര് രംഗത്തെത്തിയിട്ട് നിങ്ങൾ അത് ആഘോഷിക്കരുത്, നിങ്ങൾ തുള്ളണ്ട, നിങ്ങൾ അങ്ങനെ. ഇത് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ ഐക്യം തകരൂലേ? എത്ര ലളിതമായിട്ടാണെന്നോ ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്നത് മുസ്ലിം സമൂഹത്തോടാണ് അതിവിടെ വർഗീയതയല്ലേ? ഇതേപോലെ എല്ലാ മതത്തിലുള്ള ആളുകളും പറഞ്ഞാൽ ഈ നാടിന്റെ ഐക്യം നശിച്ചു പോവില്ലേ? ഈ നാടിന്റെ സംസ്കാരത്തെയാ ജിഹാദികളും സുഡാപ്പികളും രംഗത്തെത്തിയിട്ട് തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നത്. അവരെ കണ്ടവൈ ഓടിച്ചത് ഏതായാലും മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള സ്ത്രീകളാണ്, യുവതികളാണ്, പെൺകുട്ടികളാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. കാരണം അവരിതൊക്കെ തുറന്നു പറയാൻ അവരൊക്കെ രംഗത്ത് വന്നു തുടങ്ങി. ഇത് ഡാൻസ് കളിക്കരുത്, അല്ലെങ്കിൽ ഇന്ന വസ്ത്രം ഇടരുത്, ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ പരസ്യമായിട്ട് തുറന്ന പുസ്തകമായിട്ട് പോകുന്ന ആളുകളെ അല്ലേ നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുക? ഇത് രഹസ്യമായിട്ട് എന്തോ ചെയ്തോ ചെയ്തില്ല എന്നൊന്നും അറിയാതെ ഈ മൂടി നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ തുറന്ന പുസ്തകമായിട്ട് ഇവിടെ പെൺകുട്ടികള് യുവതികള് മുന്നോട്ട് പോവട്ടെന്നേ. അവര് ഹിജാബ് ധരിക്കുന്നുണ്ട്, അവർ സാരി ഉടുക്കുന്നുണ്ട്, അതും എത്ര വളരെ വളരെ വലിയ രീതിയിൽ അവരുടെ എല്ലാ ഭാഗങ്ങളും അവർ മറച്ചു പിടിക്കുന്നു. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഈ സുഡാപ്പികളും ജിഹാദികളും കിടന്ന് തുള്ളുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഡാൻസ് കളിക്കരുത്, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അവരുടെ ഡ്രസ്സിൽ പോലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വളരെ വളരെ നല്ല രീതിക്ക് ഡ്രസ്സ് ഇടുന്നുണ്ട്, ഹിജാബ് ധരിക്കുന്നുണ്ട്, എല്ലാം ചെയ്തിട്ടോ ഇത് ചെയ്യരുത് എന്ന് പറയുന്നത് അവരുടെ മതവർഗീയതയാ. ഇവിടെ സുഡാപ്പികളും ജിഹാദികളും നമ്മുടെ നാടിനെ നശിപ്പിക്കാനാ തുനിഞ്ഞിറങ്ങിയത്. അവരെ ചോദ്യം ചെയ്ത് ഇത്തവണ മുസ്ലിം പെൺകുട്ടികൾ യുവതികൾ രംഗത്തെത്തിയത് കൈയടിക്കുക തന്നെ ചെയ്യണം. ഞാനൊരു മതവിശ്വാസിയാണ്, എന്നെ പോലെ വിശ്വസിക്കുന്ന ഒരുപാട് മുസ്ലിം സമൂഹത്തിൽ തന്നെ ഇത്തവണ ഓണത്തിന് തുറന്നു പറയുന്നുണ്ട്. ഇത് നാടിന്റെ സംസ്കാരമാണ്, ചേർന്ന് നിൽക്കണം എന്നുള്ളത്. അതിലൊരുപാട് സന്തോഷവും തോന്നുന്നു.